Which are the institutions established by the British colonialists? Okay. In-depth diversity is C's. Unit, yeah. Hi friends, welcome back. അപ്പോൾ നമ്മളിന്ന് 99% ഉറപ്പുള്ള സോഷ്യൽ സയൻസിലെ ഷുവർ ഷോർട്ട് ക്വസ്റ്റ്യൻസും ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ കുറേ ആൾക്കാർ നമ്മുടെ കമൻറ്റ് ബോക്സിലൊക്കെ കമൻറ്റ് ചെയ്യുന്നുണ്ട്, സോഷ്യൽ സയൻസ് ടഫാണ് ബ്രോ, സോഷ്യൽ സയൻസ് ടിപ്പുണ്ടോ? അപ്പോൾ അതിനൊക്കെ വേണ്ടി നിങ്ങൾക്കിതൊരു ഹെൽപ്പാകുമെന്ന് കരുതി എൻ്റെ അമ്മ സോഷ്യൽ ടീച്ചറാണ്, ഹൈസ്കൂളിന് എടുക്കുന്നുള്ള എൻ്റെ അമ്മയാണ്, എനിക്ക് എടുക്കുന്നുണ്ട്. അപ്പോൾ അമ്മ എനിക്ക് പറഞ്ഞിട്ടുള്ള ക്വസ്റ്റ്യൻ ഞാൻ നിങ്ങൾക്കും കൂടി ഷെയർ ചെയ്യാം. അപ്പോൾ ഇതിൽ 100% ഷുവർ ഷോർട്ട് ക്വസ്റ്റ്യൻസും ഉണ്ട്, നിങ്ങൾ പഠിച്ചു പോകേണ്ട ക്വസ്റ്റ്യൻസ് ഇതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. വേറൊരു വോട്ട് ചെയ്യുന്നൊരു കമ്മ്യൂണിറ്റിയിൽ ഒരു പോസ്റ്റ് ചെയ്തിരുന്നു. അതിൽ ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് വരെ 60% ആൾക്കാരും പറഞ്ഞിട്ടുള്ളത് എല്ലാ ക്വസ്റ്റ്യൻസും ഉൾപ്പെടുത്തിയിട്ട്, ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻസും ചോദിക്കാവുന്ന ക്വസ്റ്റ്യൻസും ഉൾപ്പെടുത്തിയിട്ട് വീഡിയോ വേണമെന്നാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഒട്ടും തന്നെ വൈകിക്കുന്നില്ല, നേരെ വീഡിയോയിലേക്ക് പോവാണ്. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ നമുക്ക് പഠിക്കാനുള്ള സോഷ്യലിൽ പഠിക്കാനുള്ള ഹിസ്റ്ററിയിലും ജിയോഗ്രഫിയിലും പഠിക്കാനുള്ള ചാപ്റ്റേഴ്സിൻ്റെ പേര് പറയാം. ഫസ്റ്റ് ചാപ്റ്റർ ഹിസ്റ്ററിയിലെ പാഠമായിട്ടുള്ള കൾച്ചർ ആൻഡ് നാഷണലിസം, പിന്നെ സ്ട്രഗിൾ ആൻഡ് ഫ്രീഡം, സ്റ്റേറ്റ് ആൻഡ് പൊളിറ്റിക്കൽ സയൻസ്, ഇന്ത്യ ആഫ്റ്റർ ഇൻഡിപെൻഡൻസ്, സിവിക് കോൺഷ്യസ്നസ്. ഇത്രയും 5 പാഠങ്ങളാണ് നമുക്ക് ഹിസ്റ്ററിയിൽ പഠിക്കാനുള്ളത്. പിന്നെ നമ്മൾ ജിയോഗ്രഫിയിലേക്ക് വരുമ്പം ലാൻഡ്സ്കേപ്പ് അനാലിസിസ് ത്രൂ മാപ്സ്, പബ്ലിക് എക്സ്പെൻഡിച്ചർ ആൻഡ് പിന്നെ ഐസ് ഇൻ ദ സ്കൈ ആൻഡ് ഡാറ്റ അനാലിസിസ്, ഇന്ത്യ ദ ലാൻഡ് ഓഫ് ഡൈവേഴ്സിറ്റീസ്. ഇത്രയും ജിയോഗ്രഫിയിൽ 4 പാഠവും ഹിസ്റ്ററിയിൽ 5 പാഠവും, ടോട്ടൽ 9 പാഠമാണ് നമുക്ക് പഠിക്കാനുള്ളത്. പക്ഷെ നമ്മൾ ഇതുവരെ വന്ന ക്വസ്റ്റ്യൻ പേപ്പേഴ്സൊക്കെ ഒന്ന് അനലൈസ് ചെയ്ത് നോക്കുമ്പോൾ നമുക്കൊന്നും അറിയാൻ പറ്റില്ല. ഫസ്റ്റ് ടേമിൽ വന്നിട്ടുള്ള ചാപ്റ്റേഴ്സ് നമ്മൾ പഠിക്കേണ്ടതായിട്ടുണ്ട്. പക്ഷെ നമ്മൾ ഏറ്റവും അധികം ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടതുള്ളത് ഈ 9 ചാപ്റ്റേഴ്സിനാണ്. ഇനി നമുക്ക് നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. വിച്ച് ആർ ദി ഇൻസ്റ്റിറ്റ്യൂഷൻസ് എസ്റ്റാബ്ലിഷ്ഡ് ബൈ ദ ബ്രിട്ടീഷ് കൊളോണിയലിസ്റ്റ് ഫോർ ദ ഇൻഡെപ്ത് അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ഇന്ത്യൻ സൊസൈറ്റി? നിങ്ങൾ മനസ്സിലായില്ലേ? ഈ ഒരു ക്വസ്റ്റ്യൻസ് നിങ്ങൾ എക്സാമിന് പോകുന്നതിനേക്കാളും മുൻപൊന്ന്, എക്സാമിന് പോകുന്നതിനെക്കാട്ടി മുമ്പ് മോർണിംഗ് ഒന്ന് ഈ ഒരു വീഡിയോ എടുത്ത് കണ്ടിട്ട് പോവുക. എന്നിട്ട് ഈ ഒരു ഞാൻ പറഞ്ഞിട്ടുള്ള ക്വസ്റ്റ്യൻസൊക്കെ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ ആൻസേഴ്സ് അറിയുന്നുണ്ടോ എന്ന് നോക്കി, അറിയുന്നില്ലെങ്കിൽ അത് പഠിച്ചിട്ട് പോവുക. എന്തായാലും നിങ്ങൾക്ക് ഉപകാരപ്പെടും. ഇത് നിങ്ങൾക്ക് ഈ ഒരു എക്സാമിൽ, ഈ ഒരു ക്രിസ്മസ് എക്സാമിൽ ഇതിൻ്റെ ഉത്തരം ചോദിച്ചിട്ടില്ലെങ്കിൽ, ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായും ഇനി വരുന്ന എക്സാമായിട്ടുള്ള മോഡലിൽ അല്ലെങ്കിൽ പബ്ലിക് എക്സാമിൽ ഉറപ്പായും ചോദിക്കാവുന്ന 100% ഷുവർ ക്വസ്റ്റ്യൻസാണ് ഞാനിവിടെ പറയുന്നുള്ളത്. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻസ് കഴിഞ്ഞിട്ടുണ്ട്. ആൻസർ ഞാനിവിടെ പറയുന്നില്ല, നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് നോക്കി കണ്ടുപിടിച്ചാൽ മാത്രമേ നിങ്ങളത് പഠിക്കുള്ളൂ. അപ്പോൾ ഞാൻ ക്വസ്റ്റ്യൻസ് മാത്രം പറഞ്ഞു പോവുകയാണ്. അപ്പോൾ സെക്കൻഡ് ക്വസ്റ്റ്യൻ വെരി ഇമ്പോർട്ടൻറ്റ്, 100% ഷുവർ ക്വസ്റ്റ്യൻ ആണ്. പ്രപ്പോസൽസ് ഓഫ് സോഷ്യൽ റിഫോമേഴ്സ് അല്ലെങ്കിൽ എയിംസ് ഓഫ് സോഷ്യൽ റിഫോമേഴ്സ് നമ്മുടെ ഹിസ്റ്ററിയിൽ ഉള്ളതാണ്. അപ്പോൾ നിങ്ങളതൊന്ന് നോക്കുക. തേർഡ് ക്വസ്റ്റ്യൻ റോൾ ഓഫ് ന്യൂസ് പേപ്പേഴ്സ് ഇൻ ദ എമർജൻസ് ഓഫ് ഇന്ത്യൻ നാഷണലിസം. അത് 100% ഷുവറാണ്. നിങ്ങൾ ഉറപ്പായും പഠിക്കേണ്ട ക്വസ്റ്റ്യനാണിത്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് അത് പഠിക്കാട്ടോ. പിന്നെ ഫോർത്ത് ക്വസ്റ്റ്യനിലേക്ക് പോകാം. വെർനാക്കുലർ പ്രസ് ആക്ട് 1878, ലോർഡ് ലൈറ്റൺ, വാർധ എഡ്യൂക്കേഷൻ പ്ലാൻ മഹാത്മാഗാന്ധി, കേരള കലാമണ്ഡലം വള്ളത്തോൾ നാരായണ മേനോൻ, നീൽ ദർപ്പൺ ദീനബന്ധു മിത്ര. നിങ്ങൾ മനസ്സിലായല്ലോ ആ ഒരു ഭാഗം നിങ്ങൾ എന്തായാലും നോക്കിയിട്ട് പോവുക. ഞാൻ പറഞ്ഞ ആ ഒരു ഭാഗം ഇപ്പോൾ പറഞ്ഞിട്ടുള്ള ഈ ഒരു പോയിൻറ്റ്സൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾക്ക് ചിലപ്പോൾ അത് മാത്സ് ഫോളോയിങ് ആയിട്ട് ചോദിക്കാൻ സാധ്യതയുണ്ട്. നമുക്ക് 5ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഏർലി സ്ട്രഗിൾസ് ഓഫ് മഹാത്മാഗാന്ധി, അത് ചോദിക്കാൻ സാധ്യതയുണ്ട്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് പഠിച്ചിട്ട് പോവുക. പിന്നീട് 6ാമത്തെ ക്വസ്റ്റ്യൻ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് നോൺ കോപ്പറേഷൻ മൂവ്മെൻറ്റ്, അത് ജസ്റ്റ് ഒന്ന് പഠിക്കുക. പിന്നീട് 90% ഷുവർ ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. എക്സാമിൻ ദ സർക്കംസ്റ്റാൻസസ് വിച്ച് ലെഡ് ഗാന്ധിജി ടു സസ്പെൻഡ് ദ നോൺ കോപ്പറേഷൻ മൂവ്മെൻറ്റ്. നോൺ കോപ്പറേഷൻ മൂവ്മെൻറ്റ് ക്യാൻസൽ ചെയ്യാനായിട്ടുള്ള മൂവ്മെൻറ്റ് എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ആൻസർ ചൗരി ചൗര ഇൻസിഡൻ്റ് ആണ്. ഞാൻ ഇവിടെ തന്നെ പറഞ്ഞിട്ടുണ്ട്. നിങ്ങളത് ഒന്ന് ഉറപ്പായിട്ടും പഠിക്കേണ്ടതുണ്ട്. ആ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ ഉറപ്പായിട്ടും നിങ്ങൾ പഠിച്ചിട്ട് പോവുക. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. അടുത്ത ക്വസ്റ്റ്യൻ വളരെ ഇമ്പോർട്ടൻ്റ് ഒരു ക്വസ്റ്റ്യൻ ആണ്. വൈ ഗാന്ധിജി സെലക്റ്റഡ് സാൾട്ട് ആസ് എ പവർഫുൾ വെപ്പൺ അഗെയിൻസ്റ്റ് ദ ബ്രിട്ടീഷ്. നിങ്ങൾ ഉറപ്പായിട്ടും പഠിച്ചിട്ട് പോവുക. കുറച്ച് പോയിൻറ്റ്സ് ആയിട്ട് നമുക്ക് ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട്, അത് നിങ്ങളൊന്ന് പഠിക്കുക കേട്ടോ. പിന്നീട് അടുത്ത ക്വസ്റ്റ്യൻ നിങ്ങളൊന്ന് ജസ്റ്റ് പഠിച്ച വായിച്ച് മനസ്സിലാക്കി പോകേണ്ട ക്വസ്റ്റ്യൻ ആണ്. ഫാക്ടേഴ്സ് കോസ്ഡ് ക്വിറ്റ് ഇന്ത്യ മൂവ്മെൻറ്റിന് കോസ് ആയിട്ടുള്ള ഫാക്ടേഴ്സാണ് ചോദിച്ചിട്ടുള്ളത്. 3 പോയിൻറ്റ്സ് ടെക്സ്റ്റിൽ കൊടുത്തിട്ടുണ്ട്, അത് ജസ്റ്റ് ഒന്ന് പഠിക്കുക.
പിന്നീട് ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ് പ്രൊപ്പോസൽസ് ഓഫ് മൗണ്ട് ബാറ്റൺ പ്ലാൻ. മൗണ്ട് ബാറ്റൺ പ്ലാനിൻ്റെ നമ്മുടെ ആ ചാപ്റ്ററിൻ്റെ ലാസ്റ്റ് പേജിലായിട്ട് നമുക്ക് കൊടുത്തിട്ടുണ്ട് ആ പോയിൻറ്റ്സ്. ഒരു ഐ തിങ്ക് 3 points ആണെന്നാണ് തോന്നുന്നത്. അത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് പഠിക്കുക. പിന്നീട് 11th ക്വസ്റ്റ്യൻ ഫാക്ടേഴ്സ് ഓഫ് സ്റ്റേറ്റ് ഫോർമേഷൻ, ഗവൺമെൻറ്, സോവേണിറ്റി, അതൊക്കെ ഇല്ല, പീപ്പിൾ, അതൊക്കെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് പഠിക്കുക. അത് ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ അടുത്തത് 100% ഷുവർ ആയിട്ടുള്ള 5 marks ഞാൻ നിങ്ങൾ ഷുവർ ആയിട്ട് തരുന്നുള്ള ഒരു ക്വസ്റ്റ്യൻസ് ആണ് ഒബ്ലിഗേറ്ററി ആൻഡ് ഡിസ്ക്രിഷണറി ഫങ്ഷൻസ്. അത് നിങ്ങൾ ഉറപ്പായിട്ടും പഠിച്ചിട്ട് പോവുക. 100% ഷുവർ ക്വസ്റ്റ്യൻ ആണ്. അടുത്ത 13th ക്വസ്റ്റ്യനിലേക്ക് പോകാം. തിയറീസ് ഓൺ ഒറിജിൻ ഓഫ് സ്റ്റേറ്റ്. ആ തിയറീസ് ഉണ്ടല്ലോ അവിടെ 4 തിയറീസ് 4 ബോക്സസ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്, 4-5 ബോക്സസ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അത് പഠിക്കുക. നെക്സ്റ്റ് 14th ക്വസ്റ്റ്യൻ സിറ്റിസൺഷിപ്പ് ആൻഡ് ടൈപ്സ് ഓഫ് സിറ്റിസൺഷിപ്പ് പഠിക്കുക. അക്വയർഡ് ആൻഡ് നാച്ചുറൽ സിറ്റിസൺഷിപ്പ് അതൊന്ന് പഠിക്കുക. അടുത്തതായിട്ട് അത് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ ഫാക്ടേഴ്സ് വിച്ച് ഡിറ്റർമൈൻ സിവിക് കോൺഷ്യസ്നസ്. അത് പഠിക്കുക കേട്ടോ. അത് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. പല പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും അത് റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇക്കൊല്ലത്തെ പാറ്റേൺസ് ഒക്കെ ഭയങ്കര ചേഞ്ചിലാണ്. ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഭയങ്കര ചേഞ്ചിലായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ വരുന്ന നമുക്ക് പ്രതീക്ഷിക്കാം. നിങ്ങളത് പഠിച്ചിട്ട് പോവുക. ഫാമിലി ആൻഡ് സിവിക് കോൺഷ്യസ്നസ് അതൊന്നും പഠിക്കാം കേട്ടോ. ആ സെയിം ക്വസ്റ്റ്യൻ്റെ ഇതായിട്ട് വരും. ചാലഞ്ചസ് ഓഫ് സിവിക് കോൺഷ്യസ്നസ് അത് ഇതിൽ തന്നെ വന്നതാണ്. പിന്നെ 16th ക്വസ്റ്റ്യൻ അടുത്ത ചാപ്റ്ററിലേക്കാണ് നമ്മൾ അടുത്തത് പോകുന്നുള്ളത്. ചാലഞ്ചസ് ഫേസ്ഡ് ബൈ ഇൻഡിപെൻഡൻറ്റ് ഇന്ത്യ. ഓക്കെ, അത് നമുക്ക് ചില പോയിന്റ്സ് ആയിട്ട് വരും. ഇൻറ്റഗ്രേഷൻ ഓഫ് പ്രിൻസിലി സ്റ്റേറ്റ്, ഇൻസ്ട്രുമെൻറ്റ് ഓഫ് അസസൻ ബൈ VP മേനോൻ ആൻഡ് SV പട്ടേൽ, സർദാർ വല്ലഭായ് പട്ടേൽ. പിന്നെ കോൺസ്റ്റിറ്റ്യൂഷൻ അതൊക്കെ ഇല്ലേ. അതിൽ നമുക്ക് കൺഫ്യൂഷൻ ആണെന്നുള്ളത് ഒന്ന് നമുക്കിതാണ്. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ചെയർമാനും കോൺസ്റ്റിറ്റ്യൂവൻറ്റ് അസംബ്ലി ചെയർമാനുമാണ് നമുക്കതിൽ കൺഫ്യൂഷൻ ആകുന്നുള്ളത്. അത് നിങ്ങൾ ജസ്റ്റ് നോട്ട് ചെയ്ത് കറക്റ്റ് ഒന്ന് പഠിച്ചിട്ട് പോവുക. പിന്നൊന്ന് ലിംഗ്വിസ്റ്റിക് റീഓർഗനൈസേഷൻ ഓഫ് സ്റ്റേറ്റ്, അത് നമുക്ക് വന്നിട്ടുണ്ട്. സമരം നടത്തിയ പോറ്റി ശ്രീരാമുലു ആണ്. അടുത്തൊരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് ടേബിളായിട്ട് കൊടുത്തിട്ടില്ല, ടെക്സ്റ്റിൽ ടേബിളായിട്ട് കൊടുത്തിട്ടുണ്ട്. അയൺ ആൻഡ് സ്റ്റീൽ ഇൻഡസ്ട്രീസ് ഇൻ ഇന്ത്യ. അതായത് അതിന് പിന്നെ അസിസ്റ്റ് ചെയ്യുന്ന കൺട്രീസ് നിങ്ങൾ ജസ്റ്റ് ഒന്ന് പഠിക്കുക. അത് ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ അടുത്ത ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ISRO എപ്പോഴാണ് ഫോം ചെയ്തത്? 1969 ISRO ഫോം ചെയ്തിട്ടുള്ളത്. ഫസ്റ്റ് സാറ്റലൈറ്റ് ആര്യഭട്ട എപ്പോഴാണെന്ന് വെച്ചാൽ 1975 അത് ലോഞ്ച് ചെയ്തിട്ടുള്ളത്. അത് നിങ്ങളൊന്ന് പഠിച്ചിട്ട് പോവുക. പിന്നീട് ഒരു അധികമായിട്ട് ചോദിക്കുന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആണ് റെക്കമെൻഡേഷൻ ഓഫ് എഡ്യൂക്കേഷൻ കമ്മീഷൻ. അതല്ലെങ്കിൽ റെക്കമെൻഡേഷൻ ഓഫ് നാഷണൽ പോളിസി ഓൺ എഡ്യൂക്കേഷൻ 1986. അത് ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് പഠിക്കുക. റെക്കമെൻഡേഷൻ ഓഫ് നാഷണൽ പോളിസി ഓൺ എഡ്യൂക്കേഷൻ 1986 അതും പഠിക്കുക. ഇത് ഞാനിപ്പോൾ ഇവിടെ പറയുന്നത് ക്വസ്റ്റ്യൻസ് മാത്രമാണ്. ആൻസേഴ്സ് നിങ്ങൾ ടെക്സ്റ്റ് നോക്കി കണ്ടുപിടിക്കുക. എന്നാൽ മാത്രമേ നിങ്ങൾ പഠിക്കുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ആൻസേഴ്സ് ഇവിടെ പ്രൊവൈഡ് ചെയ്യാത്തത്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ചീഫ് ആർക്കിടെക്റ്റ് ഓഫ് ഇന്ത്യൻ ഫോറിൻ പോളിസി ജവഹർലാൽ നെഹ്റു ആണ് അതിൻ്റെ ആർക്കിടെക്റ്റ്. ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. പഞ്ചശീൽ പ്രിൻസിപ്പിൾ 100% ഷുവർ ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. 7 ഓഫ് ഇന്ത്യൻ ഫോറിൻ പോളിസിയാണ്. 7 points ഉണ്ട്. നമുക്കത് പഠിക്കേണ്ടതായിട്ടുണ്ട്. പഞ്ചശീൽ പ്രിൻസിപ്പിൾ. പിന്നീട് അത് 5 points ആണ് പഞ്ചശീൽ പ്രിൻസിപ്പിൾ വരുന്നുള്ളത്. അടുത്ത ചാപ്റ്ററിലേക്ക് പോവുകയാണ്. ക്ലാസിഫിക്കേഷൻ ഓഫ് റിമോട്ട് സെൻസിങ്. നമ്മളിപ്പോൾ ജിയോഗ്രഫിയിലേക്ക് കടന്നിട്ടുണ്ട്. ക്ലാസിഫിക്കേഷൻ ഓഫ് റിമോട്ട് സെൻസിങ് ബേസ്ഡ് ഓൺ സോഴ്സ് ഓഫ് എനർജി ആൻഡ് പ്ലാറ്റ്ഫോം. 2 തരത്തിലുണ്ട് പ്ലാറ്റ്ഫോം. അതായത് ഏരിയൽ ഫോട്ടോഗ്രാഫി, ഏരിയൽ റിമോട്ട് സെൻസിങ് ഉണ്ട്, ടെറസ്ട്രിയൽ റിമോട്ട് സെൻസിങ്. അത് വേറെ ഇതിലാണ് വരുന്നുള്ളത്. അത് പ്ലാറ്റ്ഫോം ബേസ്ഡ് ആയിട്ടാണ് വരുന്നുള്ളത്. പിന്നെ സോഴ്സ് ഓഫ് എനർജി, അതായത് നമ്മുടെ സോളാർ എനർജി യൂസ് ചെയ്തിട്ട് ചെയ്യുന്നുണ്ട്. പിന്നീട് ആക്റ്റീവ് ആൻഡ് പാസീവ് അത് രണ്ടും വരുന്നുണ്ട് കേട്ടോ സോഴ്സ് ഓഫ് എനർജിയിൽ. അപ്പോൾ അത് നിങ്ങളൊന്ന് പഠിച്ചിട്ട് പോവുക. പിന്നീട് ലിമിറ്റേഷൻസ് ഓഫ് ഏരിയൽ റിമോട്ട് സെൻസിങ്. അതിൻ്റെ 4 points ആയിട്ട് നമുക്ക് അവിടെ കൊടുത്തിട്ടുണ്ട്. ഒരു പ്ലെയിനിൻ്റെ ചിത്രം എന്നിട്ട് ആ ഫിഗർ എന്നിട്ട് അവിടെ കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് പഠിച്ചിട്ട് പോവുക. ഇമ്പോർട്ടൻ്റ് ആണ്. ജിയോ സ്റ്റേഷനറി സാറ്റലൈറ്റ്സ് ആൻഡ് സൺ സിൻക്രോണസ് സാറ്റലൈറ്റ്സിൻ്റെ ഫീച്ചേഴ്സ് 100% ഷുവറാണ്. നിങ്ങൾ ജസ്റ്റ് essay ആയിട്ട് ചിലപ്പോൾ ചോദിക്കാൻ സാധ്യതയുണ്ട്. 6 മാർക്കിന് വരെ ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ജിയോ സ്റ്റേഷനറി സാറ്റലൈറ്റ്, സൺ സിൻക്രോണസ് സാറ്റലൈറ്റിൻ്റെ ഫീച്ചേഴ്സ് നിങ്ങൾ ജസ്റ്റ് ഒന്ന് പഠിക്കുക. പിന്നെ യൂസസ് ഓഫ് റിമോട്ട് സെൻസിങ്, യൂസസ് ഓഫ് GIS. ഇത്ര മാത്രമാണ് ആ ഒരു ചാപ്റ്ററിൽ നിന്ന് നമുക്ക് പഠിക്കാനുള്ളത്. പിന്നെ അടുത്ത ചാപ്റ്ററിലേക്ക് പോകാം. നോർത്തേൺ മൗണ്ടെയിൻ ഡിവിഷൻസ്, പിന്നീട് സിഗ്നിഫിക്കൻസ് ഓഫ് നോർത്തേൺ മൗണ്ടെയിൻസ്, ഹിമാലയൻ റിവേഴ്സ്, പെനിൻസുലാർ റിവേഴ്സ്, പിന്നെ നമ്മുടെ താർ ഡെസേർട്ടിൻ്റെയും ലോണി റിവേഴ്സിൻ്റെ ഒക്കെ ഫീച്ചേഴ്സ് ഒന്ന് പഠിക്കുക. അതെവിടെയാണ്,
അതിൻ്റെ ആ ഒരു ലൊക്കേഷൻ അതൊക്കെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് പഠിച്ചിട്ട് പോവുക. പിന്നീട് ഫിസിയോഗ്രഫിക്കൽ ഡിവിഷൻ ഓഫ് ഇന്ത്യ, നോർത്തേൺ മൗണ്ടെയിൻ റീജിയൻ, നോർത്തേൺ ഗ്രേറ്റ് പ്ലെയിൻ, പെൻസുല പ്ലാറ്റ്യൂ, കോസ്റ്റൽ റീജിയൻസ് ആൻഡ് ഐലൻഡ്സ്, അതൊക്കെ നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് പഠിക്കുക, അത് ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നീട് അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നുള്ളത് ഫീച്ചേഴ്സ് ഓഫ് വെസ്റ്റേൺ കോസ്റ്റൽ പ്ലെയിൻ ആൻഡ് ഈസ്റ്റേൺ കോസ്റ്റൽ പ്ലെയിൻ. ഫീച്ചേഴ്സ് ഓഫ് വെസ്റ്റേൺ കോസ്റ്റൽ പ്ലെയിൻ ആൻഡ് ഈസ്റ്റേൺ കോസ്റ്റൽ പ്ലെയിൻ നിങ്ങളതൊന്ന് ജസ്റ്റ് ഒന്ന് പഠിക്കുക. ഇന്ത്യയുടെ 2 ഭാഗത്തായിട്ട് കൊടുത്തിട്ടുള്ള ആ ഒരു പിക്ചർ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുണ്ട്. അടുത്തായിട്ടുള്ളൊരു വെരി വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ് സോഴ്സസ് ഓഫ് നോൺ ടാക്സ് റവന്യൂ. നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ നോൺ ടാക്സ് റവന്യൂയുടെ സോഴ്സസ് ആണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്, അത് പഠിക്കുക. പിന്നീട് വേറൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് ടാക്സസ് ഇമ്പോസ്ഡ് ബൈ സെൻട്രൽ സ്റ്റേറ്റ് ആൻഡ് ലോക്കൽ സെൽഫ് ഗവൺമെൻറ്, അത് നിങ്ങൾ പഠിക്കുക, ഇമ്പോർട്ടൻ്റ് ആണ്. ഫിസിക്കൽ പോളിസി പഠിക്കുക. അടുത്തത് ഈ ഫിസിക്കൽ പോളിസി ടെക്സ്റ്റിലുള്ള ഫിസിക്കൽ പോളിസി പഠിക്കുക. പിന്നീട് സയൻസ് ആൻഡ് സിമ്പിൾസ്. സയൻസ് ആൻഡ് സിമ്പിൾസിൽ മെയിനായിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നുള്ളത് നമ്മുടെ മോണ്യുമെൻറ്റ്സ് ആൻഡ് ബിൽഡിങ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ഭാഗവും പിന്നീട് വാട്ടർ ബോഡീസ്, ഇത് രണ്ടുമാണ് നിങ്ങൾ മെയിനായിട്ട് നോക്കേണ്ടതുള്ളത്. വാട്ടർ ബോഡീസും മോണ്യുമെൻറ്റ്സ് ആൻഡ് ബിൽഡിങ്സ്, അത് രണ്ടുമാണ് നമുക്ക് മെയിനായിട്ട് ചോദിക്കാറുള്ളത്. മോണ്യുമെൻറ്റ്സ് ആൻഡ് ബിൽഡിങ്സിൽ ഫോർട്ടാണ് അധികം ചോദിക്കാറുള്ളത്. പിന്നീട് വാട്ടർ ബോഡീസിൽ റിവർ, പിന്നെ ടൈഡൽ റിവർ, അതൊക്കെ ചോദിക്കാറുണ്ട് കേട്ടോ, അത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് പഠിച്ചിട്ട് പോവുക. പിന്നീട് നമുക്ക് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് ഡിഗ്രി ഷീറ്റ്, മില്യൺ ഷീറ്റ്, ഫീച്ചേഴ്സ് ഓഫ് നോർത്തിങ്സ് ആൻഡ് ഈസ്റ്റിങ്സ്, അത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് പഠിക്കുക. ഡിഗ്രി ഷീറ്റ്, മില്യൺ ഷീറ്റ്. ഡിഗ്രി ഷീറ്റിന് നമ്മൾ പിന്നെയും ഡിവൈഡ് ചെയ്തിട്ടുണ്ട്, മൈന്യൂട്ട് ഷീറ്റ് എന്ന് പറഞ്ഞിട്ട് പിന്നെയും ഡിവൈഡ് ചെയ്തിട്ടുണ്ട്, അത് നമുക്ക് ടെക്സ്റ്റിൽ പഠിക്കാനല്ല ഞാൻ പറഞ്ഞതാണ്. അപ്പോൾ അതൊക്കെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് പഠിക്കുക. പിന്നീട് 4 ഫിഗർ ആൻഡ് 6 ഫിഗർ ഗ്രിഡ് റെഫറൻസ് മെത്തേഡ്, അതിൽ ലൊക്കേഷൻ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ ഉറപ്പായിട്ടും ചോദിക്കുന്നൊരു ക്വസ്റ്റ്യൻ ആണ്, ഞാനിവിടെ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റാം. ഇതുപോലെ നമുക്ക് ഇത് തന്നിട്ട് ഇതുപോലെ നമുക്ക് ഇത് തരും, ഈ ഫിഗർ തരും. അതിനുശേഷം നമ്മൾ അതിൽ 6 ഫിഗർ ഗ്രിഡ് റെഫറൻസ് ആയിട്ടും 4 ഫിഗർ ഗ്രിഡ് റെഫറൻസ് ആയിട്ടും അതിൻ്റെ ലൊക്കേഷൻ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വേണ്ടി നമുക്ക് ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. അത് നിങ്ങൾ ഉറപ്പായിട്ടും പഠിച്ചുകൊണ്ട് ഒരു ക്വസ്റ്റ്യൻ ആണ്, അതെങ്ങനെയാണ് കണ്ടുപിടിക്കാമെന്ന് ജസ്റ്റ് ഒന്ന് പഠിക്കുക. വാട്ട് ആർ ദ ഇൻഫോർമേഷൻസ് വി ക്യാൻ അസസ് ഫ്രം കോണ്ടൂർ ലൈൻസ് ഇൻ ദ ടോപ്പോഗ്രാഫിക് മാപ്പ് ത്രൂ ദ ടോപ്പോഗ്രാഫിക് മാപ്പ്. നമുക്ക് ടോപ്പോഗ്രാഫിക് മാപ്പിലൂടെ കോണ്ടൂർ ലൈൻസ് ഉപയോഗിച്ച് എന്തെല്ലാം ഫീച്ചേഴ്സ് അല്ലെങ്കിൽ എന്തെല്ലാം ഇൻഫോർമേഷൻസ് നമുക്ക് കളക്ട് ചെയ്യാമെന്നാണ് ആ ഒരു ക്വസ്റ്റ്യൻ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നിങ്ങൾ ഉറപ്പായിട്ടും പഠിച്ചിട്ട് പോവുക. ഐ തിങ്ക് നമ്മളിപ്പോൾ ഒരു 25+ ക്വസ്റ്റ്യൻസ് ഇപ്പോൾ ഇവിടെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഞാനിവിടെ പറഞ്ഞിട്ടുണ്ട്, അത് എന്തായാലും പഠിച്ചിട്ട് പോവുക. നിങ്ങൾക്ക് ഈ ഒരു എക്സാമിൽ അല്ലെങ്കിൽ ഉറപ്പായിട്ട് ഇനി വരുന്ന എക്സാംസിൽ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്, അല്ലെങ്കിൽ പഠിച്ചാൽ ഉപകാരമുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഞാനിപ്പോൾ ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അതെന്തായാലും പഠിക്കുക. നമ്മളിവിടെ പറഞ്ഞിട്ടുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിപ്പോൾ ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അപ്പം ഈ ഒരു വ്ളോഗ് ഇവിടെ കഴിയാണ്, വ്ളോഗല്ല, ഈ ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസിൻ്റെ ഈ ഒരു വീഡിയോ ഇവിടെ കഴിയാണ്. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾ ജസ്റ്റ് ഈ എക്സാമിന് പോകുന്നതിന് കാട്ടുമ്പോൾ ഇപ്പോൾ ഈ കാണുമ്പോൾ ജസ്റ്റ് ഈ ഒരു വീഡിയോ ഫുള്ളായിട്ടൊന്ന് കാണുക. പിന്നെ ഒരു സോഷ്യൽ പഠിക്കുമ്പോൾ നിങ്ങൾ ഞാൻ ഈ പറഞ്ഞ ക്വസ്റ്റ്യൻസ് ഒക്കെ ഒന്ന് ആലോചിച്ച് അതൊക്കെ ഇമ്പോർട്ടൻറ്റ് സാധനമൊക്കെ ഒന്ന് പഠിച്ചെടുക്കുക. അതിനുശേഷം എക്സാമിന് പോകുന്നതിന് മുമ്പേ രാവിലെ അല്ലെങ്കിൽ തലേദിവസം രാത്രി നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഈ ഒരു ക്വസ്റ്റ്യൻസൊക്കെ ഈ ഒരു വീഡിയോ കാണുക. അതിനുശേഷം ഞാൻ ക്വസ്റ്റ്യൻസ് പറയുമ്പോൾ നിങ്ങൾ ആൻസേഴ്സ് പോസ് ചെയ്ത് നിങ്ങൾ മനസ്സിൽ പറയുക. നിങ്ങൾക്ക് ആൻസേഴ്സ് കിട്ടുന്നില്ല എങ്കിൽ ടെക്സ്റ്റ് ബുക്ക് പഠിക്കുക, ഒന്നും പഠിക്കാനല്ല, ടെക്സ്റ്റ് ബുക്ക് പഠിക്കുക. അപ്പോൾ അതാണ് ഈ ഒരു ചെറിയൊരു വീഡിയോ. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ വളരെ ഉപകാരപ്പെടുമെന്ന് വിചാരിക്കുന്നു. അതിനുശേഷം നിങ്ങൾ ഈ എക്സാം കഴിഞ്ഞ് ഈ ക്വസ്റ്റ്യൻസ്, അതായത് ഈ ഒരു വീഡിയോയുടെ ഉപകാരപ്പെട്ടിട്ടുണ്ടോ നിങ്ങൾ ജസ്റ്റ് ഒന്ന് താഴെ കമൻറ്റ് ചെയ്യുക കേട്ടോ. ഈ ഒരു വീഡിയോ നിങ്ങളുടെ എക്സാമിൽ ഉപകാരപ്പെട്ടിട്ടുണ്ടോ എന്ന് ജസ്റ്റ് ഒന്ന് താഴെ നിങ്ങളുടെ റിവ്യൂ ഒന്ന് താഴെ കമൻറ്റ് ചെയ്യാം. അപ്പോൾ ഈ ഒരു വീഡിയോ ഇവിടെ കഴിയാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്. ഇറ്റ്സ് മീ അഭിനവി.